എം.ആർ. അജിത് കുമാറിന് ഇന്ന് നിർണായക ദിവസമാണ്. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അജിത് കുമാർ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന CPIയുടെ നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. മന്ത്രിസഭാ യോഗം ഇന്നുണ്ട്. തൃശൂർ പൂരം വാദത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെബീദ് റാവുത്തർ. യഥാർത്ഥത്തിൽ പ്രശ്നബാധിത പ്രദേശമായി തലസ്ഥാന നഗരം പ്രഖ്യാപിക്കേണ്ടി വരുമോ? ഗുഡ് മോർണിംഗ്, പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. അടുത്ത 2 ദിവസം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നബാധിത പ്രദേശമായി തലസ്ഥാനം പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം വലിയ വാർത്താ സാഹചര്യത്തിനുള്ള വഴിയുണ്ട്. അതിനും അപ്പുറത്തേക്ക് പല സംഭവ വികാസങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാളെ മുതൽ നിയമസഭ തുടങ്ങുന്നു. ഇന്ന് CPIയുടെയും CPMന്റെയും സംസ്ഥാന അവരുടെ നേതൃയോഗങ്ങൾ ചേരുന്നു. മാത്രവുമല്ല, ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ 1 മാസമായി തയ്യാറാക്കിക്കൊണ്ടുവന്ന ADGP എം.ആർ. അജിത് കുമാറിനെ കുറിച്ചുള്ള PV അൻവറിന്റെ ആരോപണമടക്കം അന്വേഷിക്കുന്ന റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ച മുന്നണി യോഗത്തിലും CPIയോടുമൊക്കെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ആ റിപ്പോർട്ട് ആ രീതിയിൽ രാഷ്ട്രീയ പ്രസക്തമാണ്. നമുക്കറിയാം, PV അൻവർ MLA ആണ് ആദ്യം മുൻ SP സുജിത് ദാസിനെതിരെയും അതേപോലെ തന്നെ ആ സുജിത് ദാസ് വഴി എം.ആർ. അജിത് കുമാറിലേക്കും ക്രമസമാധാന ചുമതലയുള്ള എം.ആർ. അജിത് കുമാറിലേക്കും ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 ആരോപണം, അത് അനധികൃത സ്വത്ത് സമ്പാദനം, മലപ്പുറം SP ഓഫീസിലെ മരമുറി, സ്വർണ്ണക്കടത്ത് കിട്ടുന്ന അത് വീതം വെക്കൽ, വരുമാനം വീതം വെക്കൽ, എടവണ്ണ റിദാൻ കൊലപാതകം, മാമി തിരോധാന കേസ്, അങ്ങനെ ഒരു വലിയ ആരോപണ പെരുമഴ അത് PV അൻവർ തീർത്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയ ഉന്നതതല സമിതി, പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി ADGP എം.ആർ. അജിത് കുമാറിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിൽ VD സതീശന്റെ ഒരു രാഷ്ട്രീയ ബോംബ് നമ്മൾ കണ്ടു. അത് ADGP എം.ആർ. അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു. ദത്താത്രേയ ഹൊസബല്ലെ, റാം മാധവ് തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെ അക്കാര്യവും അന്വേഷിക്കാൻ, പരിശോധിക്കാൻ മുഖ്യമന്ത്രി പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. അങ്ങനെ ആ 2 വിഷയങ്ങളിലുമുള്ള, അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അടക്കം ഈ എം.ആർ. അജിത് കുമാറിന് എന്ത് പങ്കുണ്ട് എന്ന് അന്വേഷിച്ച വസ്തുത റിപ്പോർട്ട് അതിന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഏതായാലും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നിയമസഭാ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്ന കാര്യം. SKN അതേസമയം തന്നെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്തും ADGP എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്നുള്ള നിലപാട് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയാകട്ടെ റിപ്പോർട്ടുടൻ വരുമല്ലോ, അത് വന്നതിന് ശേഷം നമുക്ക് തുടർ തീരുമാനങ്ങൾ ആലോചിക്കാം എന്നുള്ള നിലപാട് അത് ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുവെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ന് ബിനോയ് വിശ്വം അറിയിക്കും. അതേസമയം തൃശൂർ പൂരം കലക്കലിലെ ADGP എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് അത് CPI ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നും ഇന്നലെ ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അക്കാര്യത്തിലും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചേരുന്നുണ്ട്. ഈ ADGPക്കെതിരെയുള്ള റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതും ഇന്ന് ക്യാബിനറ്റിന്റെ പരിഗണനയിൽ വരും. അങ്ങനെ രാഷ്ട്രീയമായ വലിയ കോലാഹലങ്ങൾ ഇന്നും നാളെയും നമുക്ക് തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ഷെബീദ് റാവുത്തർ.